അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ. ബഹുമാനം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ 27ാമത്തെ രാവിലാണ് നമ്മൾ ഉള്ളത്. നാളെ 27ാമത്തെ ദിവസമാണ് നാളെ. ദുൽഖഅദ മാസം വിട പറയുന്നു, ദുൽഹിജ്ജ വരുന്നു. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന അമലൊക്കെ സ്വീകരിക്കട്ടെ. നല്ല ആത്മാർത്ഥതയോടെ നമ്മുടെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കണേ. അല്ലാഹു തആല വലിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് തരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. വിശുദ്ധമായ ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ, ദുൽഖഅദ അവസാനിച്ച് ദുൽഹിജ്ജ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഹാജിമാർ പോകുന്നു. അതോടൊപ്പം തന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ അതിനെ അറക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പള്ളി കമ്മിറ്റി ബന്ധപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. മൃഗത്തെ വാങ്ങാൻ പോകലും, അതുപോലെ തന്നെ ഷെയറുകാരെയൊക്കെ ചേർക്കലും, അതുപോലെ മൃഗത്തെ വാങ്ങിയിട്ട് എവിടെ അറക്കണം, അങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ നടത്തുന്ന ഒരു മാസം കൂടിയാണ്. പ്രത്യേകിച്ച് ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ ഈ ദിവസങ്ങളൊക്കെ അൽഹംദുലില്ലാഹ്. ഈ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഒരുപാട് വീഡിയോയിലൊക്കെ നമ്മൾ അതും ഇതൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആളുകൾക്ക് സംശയമാണ്. ഉസ്താദേ, മിക്ക ആളുകളും ചോദിക്കുന്ന സംശയം, ഞങ്ങൾ ഒരു ഷെയർ ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാനൊരു ഷെയർ ചേർന്നു, ഈ വർഷവും ഞാനൊരു ഒരു മാടിൽ ഷെയർ ചേർന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഞങ്ങൾ 7 ഷെയർ ചേർന്നാണ് ഒരു പോത്തിനെ അറക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ഷെയറാണ്, അങ്ങനെ 7 പേര് ചേർന്നിട്ടുള്ള ഷെയറാണ്. അപ്പോൾ ഈ ഷെയർ ചേർന്നാൽ ഒരു ഭാഗം, 7ൽ ഒരു ഭാഗമല്ലേ ആകുള്ളൂ. അപ്പോൾ ഈ ഒരു പോത്തിന് അറുത്ത പ്രതിഫലം, ഉദ്ഹിയ്യത്ത് മൊത്തത്തിൽ അറുത്ത പ്രതിഫലം കിട്ടണമെങ്കിൽ 7 വർഷം തുടർച്ചയായി ഷെയർ ചേരേണ്ടതില്ലേ ഉസ്താദെ? എന്നാലല്ലേ ഒരു പോത്തിന് അറുത്ത പ്രതിഫലം കിട്ടൂ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. അതായത് നമ്മൾ ഒരു ഷെയർ ചേർന്നാൽ ഒരു 9,000 രൂപ, 8,500 രൂപ, 10,000 രൂപ കൊടുത്തൊരു ഷെയർ നമ്മൾ ചേർന്നാൽ നമുക്ക് ഒരു പോത്തിനെ നമ്മൾ വാങ്ങി ഉദ്ഹിയ്യത്ത് അറുത്ത പ്രതിഫലം കിട്ടും. അതാദ്യം മനസ്സിലാക്കുക. അത് 7 വർഷം തുടർച്ചയായി തന്നെ അറുക്കണം എന്നൊന്നുമില്ല. ഇനി കഴിവുണ്ടെങ്കിലോ, ഒരാൾക്ക് എല്ലാ വർഷവും അറുക്കാനുള്ള ഒരു 10,000 രൂപ ഷെയർ ചേരാനുള്ള കഴിവുണ്ടെങ്കിൽ അയാൾ എല്ലാ വർഷവും അറുക്കട്ടെ, അത് വലിയ ഖൈറാണ്. അതുപോലെ ഇനി ഒരു മുഴുവനായിട്ടൊരു പോത്തിനെ വാങ്ങി അറുക്കാൻ, അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങി അറുക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ അറുക്കാം. ഒരു ഷെയർ ചേരാനാണ് അയാൾക്ക് പറ്റുന്നതെങ്കിൽ അങ്ങനെയും ചേരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് 7 വർഷം തുടർച്ചയായി തന്നെ ചെയ്യണം നിർബന്ധം അങ്ങനെയൊന്നുമില്ല. പറ്റുമെങ്കിൽ ചെയ്യുക. അത് 7 വർഷമൊന്നുമില്ല, എല്ലാ വർഷവും പറ്റുമെങ്കിൽ ചെയ്യുക. അതൊരു സംശയമാണ്, പലർക്കും മാറാത്തൊരു സംശയമാണ്. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അൽഹംദുലില്ലാഹ്. ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഈ വർഷം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. മഴയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു രൂപവും ഭാവവും ഒക്കെ നോക്കി നമ്മൾ നല്ല രൂപത്തിൽ ആ ഒരു കർമ്മം നിർവഹിക്കാൻ തയ്യാറാവുക. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കണം. അതാണ് പ്രധാനപ്പെട്ടത് അല്ലേ. വെറുതെ ചെയ്താൽ മാത്രം പോരാ, അള്ളാഹു സ്വീകരിക്കണം. അപ്പോൾ അല്ലാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. എങ്ങനെയാണ് ദുആരക്കേണ്ടത്? നമ്മൾ പലപ്പോഴും ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തന വസിയാമന വസായിറ അഅമാലി. അല്ലാഹുവേ, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ എന്നും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉദ്ഹിയ്യത്തൊക്കെ അതിൽ പെടും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ, നമ്മൾ അമലുകൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അല്ലാഹുവേ അത് സ്വീകരിക്കണേ എന്ന് ദുആരക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് അമലുകൾ സ്വീകരിക്കപ്പെടാൻ നമ്മൾ ദുആരക്കേണ്ടത്? അതെങ്ങനെയാണ് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന ഒരു ദുആയുണ്ട്. നമുക്ക് ഒന്നിച്ചു പറഞ്ഞാലോ? റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തന വസിയാമന വസായിറ അഅമാലിന യാ റബ്ബൽ ആലമീൻ. ഇതാണ് ആ ദുആ. എങ്ങനെ? അല്ലാഹു, എൻ്റെ നിസ്കാരം, എൻ്റെ നോമ്പ്, മറ്റു മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണേ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് പറഞ്ഞു. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വസായിറ അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വസായിറ അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ സ്വലാത്തനാ വസിയാമനാ വസായിറ അഅമാലിനാ യാ റബ്ബൽ العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين. ربنا
ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ربنا تقبل منا صلاتنا وصيامنا وسائر أعمالنا يا رب العالمين ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. ചില ആളുകൾക്ക് ക്യാൻസർ രോഗമുണ്ട്, ഒരു വശം തളർന്നു കിടക്കുകയാണ്, അതുപോലെ തന്നെ ഓർമ്മ ഇല്ല, അൽഷിമേഴ്സിൻ്റെ അസുഖം ബാധിച്ച ഒരുപാട് പേരുണ്ട്, അതുപോലെ തന്നെ ശാരീരികമായ അസ്വസ്ഥതകൾ, മാനസികമായ ബുദ്ധിമുട്ട്, ഫിക്സ് രോഗം വരുന്ന ഒരുപാട് ആളുകൾ, ഇങ്ങനെ നൂറ് നീറുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഈ പറയുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും, അങ്ങനെ പറയാം, നമ്മൾ ഓരോരുത്തരും പോകുന്നു. വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. എനിക്കുള്ള പ്രശ്നമല്ല നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കുള്ളതല്ല എനിക്കുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. മനുഷ്യനാണ്, ദുന്യാവാണ്, പ്രശ്നം ഉണ്ടാവും, ഉറപ്പാണ്. മനുഷ്യനാണ്, ദുന്യാവാണ്, പ്രശ്ന പ്രയാസങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പ്രയാസങ്ങളും വന്ന് നമ്മൾ ഒരു മോശത്തരത്തിലേക്ക് പോവാതിരിക്കാൻ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാരക്കണം. എപ്പോഴും ദ്വാരക്കണം. രോഗങ്ങൾ പടച്ചോൻ തരും. അള്ളാഹുവെ സഹിക്കാൻ പറ്റുന്ന രോഗം തന്നാൽ മതി. സഹിക്കാൻ പറ്റാതെ അള്ളാഹു നിന്നെ കുറ്റം പറയുന്ന, ഉള്ളതെല്ലാം വിറ്റ് തുലച്ചാലും മാറാത്ത ഒരസുഖമൊന്നും തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കരുത്. എപ്പോഴും നമ്മൾ അങ്ങനെ ദ്വാരക്കണം. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനൊക്കെ ഒരു ക്ഷമ നമുക്ക് കിട്ടാൻ വേണ്ടിയും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ ഖൈറായ ഒരു ജീവിതം നമുക്ക് കിട്ടാൻ വേണ്ടിയൊക്കെയുള്ള ഒരു ദുആ നമുക്ക് പറയാം. ഏതാണത്? അള്ളാഹുലേക്ക് എല്ലാം തവക്കുലാക്കുന്ന ദുആയാണ്. എല്ലാം തവക്കുലാക്കുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله. بسم الله توكلت على الله ولا حول ولا قوة إلا بالله.
ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഒരു ദിവസം നമ്മുടെ ചാനലിൽ ചോദിച്ചിരുന്നു, നിങ്ങൾ ചൊല്ലുന്ന അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ പ്രധാനപ്പെട്ട ഇസ്മുകൾ ഏതാണ്? അപ്പോൾ ഒരുപാട് പേര് യാ റഹ്മാൻ യാ അള്ളായാണ്, യാ റഊഫ് യാ അള്ളാ, യാ ഫത്താഹു യാ അള്ളാ, ഇങ്ങനെ ഒരുപാട് ഇസ്മുകൾ പലരും പറഞ്ഞു. അതിൽ 2 ഇസ്മുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉമ്മമാരും ഉപ്പമാരും ചൊല്ലുന്നു. ഒന്ന് യാ ഫത്താഹു യാ അള്ളാ, 2 യാ ലത്തീഫ് യാ അള്ളാ. കാരണം ഇത് രണ്ടും വലിയ പവറുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകളാണ്. നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള വലിയ ഒരു മാതൃകയാണ്, വലിയൊരു മാർഗമാണ് ഈ 2 ഇസ്മുകൾ. വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. എല്ലാ വിജയങ്ങളും തുറന്നു തരുന്ന, അല്ലേ, എല്ലാ കാര്യങ്ങളും എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കാൻ അള്ളാഹുവിന് വളരെ നിസ്സാരമായ സമയം മതി. അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഈ 2 ഇസ്മുകൾ ചേർത്ത് നമുക്കൊന്ന് പറഞ്ഞാലോ? ഇൻഷാ അള്ളാഹ് വലിയ ഗുണം കിട്ടും. അള്ളാഹുവെ എൻ്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണം, എൻ്റെ വിഷമ പ്രയാസങ്ങൾ മാറ്റിത്തരണം എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ 2 ഇസ്മുകളും ഒന്നിച്ചു പറയാം. യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഫത്താഹു യാ ലതീഫു യാ ദൽ ജലാലി വൽ ഇക്റാം. അഫ്ളലു ദിക്ർ, ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ദിക്ർ ഒഴിവാക്കിയിട്ട് ഒരു മജ്ലിസുമില്ല. അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ
ഏറ്റവും തലതൊട്ടപ്പനായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് അല്ലേ? സ്വർഗത്തിൻ്റെ വാതിലിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ദിക്റാണ്, വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിൻ്റെ അർശിൽ എഴുതപ്പെട്ടിട്ടുള്ള വാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് ഈ സ്വർഗം കാണാനും സ്വർഗത്തിൻ്റെ ഉള്ളിൽ കടക്കാനും ഒക്കെ സൗഭാഗ്യമുണ്ടാകും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മരിച്ചവനെ മരിക്കുന്ന സമയത്ത് ഈ ഒരു കലിമ പറഞ്ഞ് മരിപ്പിക്കണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്ർ ഒന്ന് ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് ഒരു ദിവസം പറഞ്ഞു കൊടുത്തു, സ്വഹാബിമാരെ, എൻ്റെ സഹോദരനായ ഒരു പ്രവാചകൻ പറഞ്ഞ ഒരു ദിക്ർ, ഒരു വാചകം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ വാചകം നിങ്ങൾ എത്ര പ്രാവശ്യം പറയുന്നോ അത്രമാത്രം അല്ലാഹു തആലയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാകും. മാത്രമല്ല നമ്മുടെ പാപങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനുള്ള ഒരു തൗബയുടെ വചനം കൂടിയാണ് ഇനി പറയുന്നത്. മാത്രമല്ല ഒരുപാട് നേട്ടങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ ഉപകരിക്കുന്ന ഒരു പുണ്യമായ വാചകം കൂടിയാണത്. ഏതാണത്? മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ പുണ്യമായ ഒരു ദിക്ർ. അതൊരു ദുആയാണ്, അതൊരു ഖുർആൻ ആയത്താണ്, എല്ലാമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞു. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ തസ്ബീഹാത്തുകൾക്കും ഓരോ ദിക്റുകൾക്കും ഓരോ സ്വലാത്തുകൾക്കും ഒരുപാട് വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. അത് മുഴുവനും റബ്ബ് നമുക്ക് തന്ന് നമ്മുടെ മീസാൻ എന്ന തുലാസ് ഭാരം തൂങ്ങുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ ദുആ ഇറക്കണം എന്ന് കമൻറ്റിലൂടെയും അല്ലാതെയൊക്കെ നേരിട്ടുമൊക്കെ കണ്ടു പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കുന്നുണ്ട്. നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്നിരുന്ന് ടൈപ്പ് ചെയ്യുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരൊക്കെ ഉണ്ട്. അവർ കമൻറ്റ് എഴുതാൻ അറിയില്ല ഉസ്താദെ, ഞങ്ങൾക്ക് വേണ്ടി ദുആ തന്നാൽ മതി എന്ന് പറഞ്ഞവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ഇറക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ഇറക്കും. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ കടങ്ങൾ മാറാൻ, കച്ചവടത്തിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, അതുപോലെ തന്നെ ബാക്കി മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. أرحم الراحمين ആയ കരുണയുള്ള രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകളും ഞങ്ങൾ പറഞ്ഞതിൽ, ഓതിയതിൽ, ചൊല്ലിയതിൽ ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് അബദ്ധങ്ങളുണ്ട്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി ഞങ്ങളിൽ നിന്നും കബൂൽ ചെയ്യണേ അല്ലാ. ഇത് ഓതിയ ഉമ്മമാർക്കും ഇത് പറഞ്ഞ വാപ്പമാർക്കും എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, ഒരുപാട് പാപങ്ങൾ, ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾക്ക് ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ്, അവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഒരുപാട് നാളുകൾ ഞങ്ങളുടെ ദിക്റിന്റെ മജ്ലിസിൽ പങ്കെടുത്ത പലരും ഖബറിലാണ് റബ്ബേ. എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. മഗ്ഫിറത്തും റഹ്മത്തും അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അതിന് ഈ സദസ്സുകളെല്ലാം നീ കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവരെല്ലാവരെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ വാപ്പമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ആൺമക്കൾ, അല്ലാഹു, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ കച്ചവടം, ബിസിനസ് എല്ലാം നീ അഭിവൃദ്ധിയിലാക്കണേ അല്ലാ. അവരുടെ തൊഴിൽ, അല്ലാഹു, എല്ലാ വിധത്തിലുള്ള നന്മയിലുമാക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഉമ്മമാര്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ സഹോദരിമാര്, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഇനി അവരെ നീ വേദനിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിൽ ഒരുപാട് വേദനകൾ സഹിച്ചവരാണ്, അവർക്ക് നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് കാണുന്ന, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, ഈ ദിക്റിന്റെ മജ്ലിസിൽ, അതുപോലെ ഞങ്ങളുടെ രാവിലെയുള്ള മജ്ലിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉസ്താദേ ദുആരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ദുആ വസിയ്യത്തുകൾ എഴുതാറുണ്ട് റബ്ബേ. നേരിട്ട് കണ്ട് പറയുന്നവരുണ്ട് അല്ലാ. ആരെല്ലാം ഏതൊക്കെ വീഡിയോകൾക്ക് താഴെ എന്തെല്ലാം കമന്റ് എഴുതിയിട്ടുണ്ടോ, എന്തെല്ലാം ദുആ വസിയ്യത്ത് പറയുന്നുണ്ടോ, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, കടത്തിലാണെന്ന് പറഞ്ഞവരുണ്ട്. കോടിക്കണക്കിന് രൂപ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമാണ്. ഉസ്താദ് ദുആരക്കണമെന്ന് പറഞ്ഞ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു, അവരുടെ കടങ്ങൾ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ വേഗത്തിൽ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ പഠനങ്ങളിൽ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ റിസൾട്ടുകളൊക്കെ ഇനി വരാനുണ്ട്, പലരുടെയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നത്തെ കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. എല്ലാവിധത്തിലുള്ള മയക്കുമരുന്നിന്റെ, മോശത്തരത്തിന്റെ ഉപയോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള ഹാജിമാർ, അവരെ നീ കാക്കണേ അല്ലാ. അവരുടെ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ വീടില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നു, എളുപ്പത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ.
വിവാഹം കഴിഞ്ഞിട്ടും മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്ക് റബ്ബേ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സമാധാനവും ശാന്തിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ലോക മുസൽമാന് നീ ഇസ്സത്തും അഭിമാനവും നിലനിർത്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. എല്ലാവിധ ഖൈറിലും ബറക്കത്തിലും ഞങ്ങളെ ആക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിന് നീ പരിഹാരം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ ഖൈറിലും ബറക്കത്തിലും ആക്കണേ അല്ലാ. അവരുടെ സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ്, കോളേജുകൾ തുറക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ പഠനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടികൾക്ക് അല്ലാഹുവേ പടച്ചവനെ നല്ല നല്ല കോഴ്സുകൾ എടുക്കാനും അതിൽ പാസ്സായി നല്ല ഖൈറായ ഒരു ജീവിതം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാ കാര്യവും ഞങ്ങൾ തവക്കുലാക്കുകയാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെയും നമ്മുടെ ഈ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.